അങ്ങനെ +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് കിട്ടുമല്ലോ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തിനാ പോകുന്നത്, ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിൽ ആ ഒരു അലോട്ട്മെന്റ് ആവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം നമ്മൾ പുറത്ത് ഓപ്പൺ ആയിട്ട് പോയിട്ട് ഈ ടാലി ERP 9 ആയിരുന്നു കേട്ടോ അന്ന്. ടാലി പഠിച്ചു, ടാലി കംപ്ലീറ്റ് ചെയ്തു. അപ്പം ടാലിയുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഡിഗ്രിക്ക് കയറി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എക്സാം ഒക്കെ എഴുതുന്നത് കേട്ടോ. അങ്ങനെ ടാലി ERP 9 ആയിരുന്നു, GST ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ടാലി പഠിച്ചു. ടാലി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ഇനി എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് ഫാഷൻ ഡിസൈനിങ് ആണ്. പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിന് പോകാൻ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ എന്ത് ചെയ്താൽ വിടത്തില്ല. അങ്ങനെ പുറത്ത് പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിതെറ്റി പോകും, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, ഇടുക്കി ജില്ലയിൽ തന്നെ വേണം, വീട്ടിൽ നിന്നും പോയി വരാൻ പറ്റുന്ന സിറ്റുവേഷനിലേ പഠിക്കാൻ വിടുകയുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം അവിടെ ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും മീൻസ് ഫാമിലിയിലുള്ളവർ പറഞ്ഞു +2 കൊണ്ടൊന്നും ആവത്തില്ല, ഡിഗ്രി എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ വേണം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ട് BCom എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ BComന് അഡ്മിഷനൊക്കെ വെച്ചു. എനിക്ക് ആദ്യമേ കിട്ടിയത് എറണാകുളത്താണ്. പക്ഷേ അവിടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. പോയി കോളേജൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് പോകാനുള്ള ഒരു ഇതൊക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളിവിടെ വന്ന് നെടുങ്കണ്ട IHRDയിലാണ് ചേർന്നത്. അങ്ങനെ നെടുങ്കണ്ട IHRDയിൽ ചേർന്നു. വലിയ ക്യാമ്പസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. നല്ല ഫ്രണ്ട്സ്, നല്ല നിമിഷങ്ങൾ, അവിടുത്തെ ആ ഒരു 3 വർഷം നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞതിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. അന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരുന്ന സൗകര്യത്തിന് വണ്ടി കുറവായിരുന്നു. 3 വണ്ടി കയറിയിട്ട് വേണം നമുക്ക് കോളേജിൽ പോകാൻ. വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബസ് കിട്ടുന്നിടം വരെ ഒന്ന് നടക്കണം. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത്, 1 കിലോമീറ്റർ തികച്ചില്ല എന്നാൽ ഒരു 1 കിലോമീറ്റർ അടുത്ത് ദൂരം വരും. അങ്ങനെ അത്രയും നടക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബസ്സിന് കയറിയിട്ട് നമ്മളൊരു സിറ്റിയിൽ പോയി ഇറങ്ങും. ആ സിറ്റിയിൽ നിന്ന് അടുത്തടുത്തോട്ട് ബസ്സല്ല, ഓട്ടോ ഉണ്ട്, ആ ഓട്ടോയ്ക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു ബസ്സിനാണ് നമ്മൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ കോളേജ് വിട്ട ഉടനെ ഒരു ബസ് വരും. ആ ബസ്സിന് കയറി നമ്മൾ എഴുമേൽ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഒന്നും കിട്ടില്ല. പിന്നെ രാവിലെ പോകുന്ന പോലെ നമ്മൾ ഓട്ടോയ്ക്ക് പോകത്തില്ല, ഒരു വൺ സൈഡ് ഓട്ടോയ്ക്ക് പോകുള്ളൂ. ഇങ്ങോട്ട് നമ്മൾ നടക്കും. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത്തോപ്പ് കവല എന്ന് പറയുന്നൊരു സ്ഥലത്ത് വരെ നടക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ഈ ട്രിപ്പിനൊക്കെ പോയ വണ്ടികളോ എന്തെങ്കിലുമൊക്കെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീട് വരെ നമ്മൾ നടക്കുക ചെയ്യുന്നത്. ആ സമയം നമുക്ക് മരിയൻ പബ്ലിക് സ്കൂൾ മേരിഗിരി എന്ന് പറയുന്ന അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിലെ സ്കൂൾ ബസ് സ്കൂൾ ബസ്സിൻ്റെ ചേട്ടൻ ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോയി വിട്ടിട്ട് റിട്ടേൺ വരുമ്പോൾ കാണുവാണെങ്കിൽ നമ്മളെ കയറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബസ് കിട്ടുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈം വീട്ടിലെത്തും. ഒരു 4:45 ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലെത്തും. ഇല്ലെങ്കിൽ നമ്മൾ 6 മണി സമയമാകും വീട്ടിൽ എത്തും. കാരണം അങ്ങൊന്നും ഇങ്ങ് വരെ നടക്കുക ചെയ്യുന്നത്. അങ്ങനെ ആ നടപ്പും കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് വലിയ ബോറടിയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. എല്ലാവരും പുറത്തുനിന്നുള്ളവർ നോക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുമായിരുന്നു, ഒരു വീട്ടിൽ നിന്ന് വരുന്നത് ഞങ്ങൾ തമ്മിൽ എന്താ ഇത്രയും പറയുന്നത്. അതുപോലെ ഞങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറക്കി അങ്ങനെ വരുന്നത് കൊണ്ട് വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്തത് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്, എന്തിനാ പോകേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ. ആ ഒരു ടൈം കുറച്ച് കാലം നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ പോയി. അതമ്മ പിന്നെ നമ്മൾ ആ ഒരു ഡിഗ്രി തീരായപ്പോൾ തന്നെ പോയി കേട്ടോ. 18 വയസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വിട്ടു. കട്ടപ്പന മാതയിലാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ മാതയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയോട് ഇടപാട് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെയാണ് പഠിച്ചത്. അപ്പം പിന്നെ ഇത്രയും നടന്ന് ബുദ്ധിമുട്ടി വരുന്നത് കൊണ്ട് നമുക്കൊരു എങ്ങനെയും ഒക്കെ നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് വണ്ടി ഓടിക്കാനും പഠിച്ചത്. എങ്ങനെയും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മാതയിൽ പോയി ചേർന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ആദ്യം വണ്ടി എടുത്തു കേട്ടോ. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അപ്പം അമ്മ വർക്ക് ചെയ്യുന്നത് നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയിലാണ്. അപ്പം അടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ PGക്ക് പോകാമെന്ന് ഓർത്തു. സിസ്റ്ററിന് PSCയോടായിരുന്നു താല്പര്യം. അങ്ങനെ PSCക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ PGക്ക് വേണ്ടി അഡ്മിഷൻ വെച്ചു. ഇഗ്നോയിൽ അഡ്മിഷൻ വെച്ച് കഴിഞ്ഞിട്ട് എന്തോ കാരണത്താൽ അഡ്മിഷൻ റിജക്റ്റ് ആയിപ്പോയി. പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അന്ന് നമുക്ക് ഫോണോ കാര്യങ്ങളൊക്കെ ഡിഗ്രിക്ക് കയറിയപ്പോൾ അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ പറ്റി യാതൊരു ഐഡിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു ഐഡിയ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത് അറിയാൻ വേണ്ടി ലേറ്റായി, അതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ അപ്പോൾ ഇത് നമ്മളിപ്പം +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയുടെ അഡ്മിഷൻ ആവേണ്ട ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഒരു കാലയളവ് പിടിക്കില്ല. ആ ഒരു മൈൻഡിൽ നമ്മളിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററിനെ കൊണ്ടുപോയി PSC കോച്ചിങ്ങിന് ചേർക്കാൻ വേണ്ടി പോയേ. അതിന് PSC കോച്ചിങ്ങിന് ചേർക്കാൻ വേണ്ടി അവിടെ ചെന്ന സമയത്താണ് ഞാൻ അറിയുന്നത് സിസ്റ്ററിനെ മാത്രമല്ല എന്നെ അവിടെ ചേർക്കാൻ പോകുന്നത്. എനിക്ക് എന്ത് ചെയ്യുന്ന താല്പര്യമില്ല, പക്ഷേ അമ്മ നിർബന്ധിച്ച് അവിടെ ചേർത്തു. ഇനി ഏതായാലും അഡ്മിഷൻ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ, അത്രയും കാലം നീ PSC പഠിക്കുക. പിന്നെ ആ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് PSC എല്ലാ എക്സാമും നമ്മൾ പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പോയി PSCക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പഠിത്തവും പശ്ചാത്തലവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അന്ന് നമുക്കൊന്ന് PSC നോക്കിയേക്കാം എന്നൊരു മൈൻഡ് വന്നു കേട്ടോ.
ആ ഒരു സമയത്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതും അറിയുന്നത്. പിന്നെ അതിൻ്റെ പുറകെ ഒന്നും പോയില്ല, PSC ആയിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ PSC ഒക്കെ കണ്ടിന്യൂ ചെയ്തു. 1 ഇയർ PSC അവിടെ പഠിച്ചു. പിന്നെ അവിടെ ആണെങ്കിലും ഇതുപോലെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇനി. പുള്ളി ഇങ്ങനെ ഒരു വല്ലാത്തൊരു എന്നാ ഒരു സ്വഭാവക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും ഏജായ ഇത്രയും വലിയ ആൾക്കാരല്ലേ, നമ്മളെയൊക്കെ വന്ന് ഞുള്ളിപ്പറിക്കും ചുമ്മാ. എന്നാ ഈ ആൻസർ ചെയ്യുമ്പോൾ മൈനസ് കൂടുതലാണെങ്കിൽ നമ്മളെ വന്ന് ഞുള്ളിപ്പറിക്കുന്നു. എന്നും ഈ ടെസ്റ്റ് പേപ്പർ കാര്യങ്ങൾ അങ്ങനെ OMR ഷീറ്റിൽ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് PSC കോച്ചിങ്ങിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളി വന്ന് ഞുള്ളിപ്പറിക്കുകയും കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് എനിക്ക് പുള്ളിയെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു 1 ഇയർ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ജോലിക്ക് നോക്കി. ഫിനാൻസിൽ നോക്കി, വീണ ഫിനാൻസിൽ നോക്കി, ഞാൻ ഫിനാൻസിൽ നോക്കി. അങ്ങനെ ഫിനാൻസിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് ഫിനാൻസിൽ പോയി വർക്ക് ചെയ്ത സമയത്തും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ എനിക്ക്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഞാൻ ഹെഡ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹെഡ് ഓഫീസിലെ സാറുമാരുണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ ഓരോ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ സാറുമാരുണ്ടല്ലോ. അങ്ങനെയുള്ള സാറുമാരിൽ ഒരു പുള്ളിക്കല്ല, അവിടെ ഓരോ സാറുമാർക്ക് ഓരോ പെറ്റുകളുണ്ട്. പെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സാറുമാർ ചിലരെ ഇഷ്ടമുണ്ട്, ഇന്നയാൾക്ക് ഇഷ്ടമാണ്, മറ്റേയാളെ ഇന്നയാൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ മറ്റേയാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു പുള്ളിയുണ്ട്, എപ്പോഴും നമ്മളെ കാണുമ്പോഴത്തേന് എന്താണ് നമ്മളെ ടോർച്ചർ ചെയ്യാൻ ചുപ്പ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യനെ ഞാൻ പേടിച്ചിട്ടില്ല. അതുപോലെ എപ്പോഴും രാവിലെ തൊട്ട് എന്നെ കാണുന്ന തൊട്ട് പുള്ളി വിളിച്ച് ക്വസ്റ്റ്യൻ ചോദ്യവും കാര്യങ്ങളുമാണ്. ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം നോക്കണേ, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കിയാൽ പോരെ, പക്ഷെ അവർ ചുമ്മാ ക്വസ്റ്റ്യൻ ചെയ്താ. അങ്ങനെ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്തും കാര്യങ്ങളും ഭയങ്കര ഒട്ടും പറ്റത്തില്ല. പുള്ളിയുടെ ഈ ടോർച്ചറിങ് പോലത്തെ ഈ ഒരു നമ്മൾ പേടിയാണ്, പുള്ളി വന്നു കഴിയുമ്പോൾ പേടിയാണ്. ദൈവം, നമുക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ പുള്ളി കാരണം റിസൈൻ ചെയ്യാന്ന് വെച്ചു. ജോലിക്ക് പോകുന്നില്ല എന്നോർത്ത് റിസൈൻ ചെയ്യാൻ വേണ്ടി HR പോയി, HR നോട് പറഞ്ഞ് റിസൈൻ ചെയ്യാനൊക്കെ പോയി. അപ്പോൾ ഈ പുള്ളിയെ പൊതുവെ എല്ലാവർക്കും വലിയ പ്ലാൻ ഇല്ല.